എന്റെ വീഡിയോ ഉണ്ടാക്കി എനിക്കൊന്ന് കാണാണ്ട് നമ്മളിപ്പോ പലതും പറഞ്ഞു അവിടെ അങ്ങനെ ഉണ്ടായിട്ട് ആദ്യം എനിക്ക് കാണിച്ചു പറ്റൂല. നമ്മളെ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് അവർക്ക് പറഞ്ഞ ടവറാണ്. അപ്പൊ ഷമീം MPV അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കാം. ഹലോ ഗേസ്, നമ്മൾ ഇപ്രാവശ്യം പോണത് ചാലിയം ബീച്ച് കേട്ടോ. അപ്പം ഇത് ചാലിയം ബീച്ചിലേക്ക് പോണ വഴിയാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം പോയോണ്ടിരിക്കുകയാണ്. കൂടെ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബൈക്കിലാണ് പോണത്. അപ്പം ഇവിടെ മാത്രമായിട്ട് ഞങ്ങൾ പോണത് തൊട്ടപ്പുറത്ത് കാണുന്ന ലൈറ്റ് കാണുന്നില്ലേ, ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. അത് ബേപ്പൂർ ബീച്ചാണ്. പിന്നെ ഈ സെൻട്രൽ കൂടെ ഒഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാലിയാറാണ്. അപ്പോൾ ഇപ്രാവശ്യം ചെയ്യണ വീഡിയോ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ബ്ലോഗ് ഉദ്ദേശമല്ല ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു മെമ്മറീസിനും വേണ്ടി മാത്രം ഞാൻ എടുത്തു വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടത്. കാലങ്ങൾക്ക് ശേഷം പിന്നെ ഇതിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഫ്രണ്ട്സായിട്ട് പോയ പല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് അതേപോലെ ഓർമ്മപ്പെടുത്താനും വേണ്ടി എടുത്ത വീഡിയോ ആണിത്. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷമീം MPV അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കാം. One more request. 4 subscribers. Everything. Rajat Tiwari from Delhi. मेरा फ्रेंड है coming to see me. ये पागल आदमी का फ्रेंड है. ഇവനെ പരിചയപ്പെട്ട് നിങ്ങളെ ഫ്രണ്ടാ? We are 3 friends. We are teaching to Coimbatore, you know. Hyderabad, Andhra Pradesh. We are studying RGM International School. International School. International School ni? നമ്മളടുത്ത് ഷുഹൈബ് നമ്മളടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഇവിടെ വലിയ പേടിയല്ലേ. ഡാ ഇവൻ ടീച്ചിങ് ഫീൽഡ് അല്ലേ? അല്ല ഇനി വിശ്വസിക്കാനായില്ല. ഓനിഞ്ഞ് കുറച്ച് നേരം മനസ്സിലാവും. പിടിപാടുള്ള ആൾക്കാരാ. ഇനി വേറെ ആൾക്കാരുണ്ട്, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. Kerala journey. Kerala journey make. You get married? 3 times. 3 days. Only this. 3 times. Please English to talk. ഇംഗ്ലീഷ് പറഞ്ഞില്ല. അപ്പൊ 3 days എത്ര 3 days അല്ലേ പറഞ്ഞേ? 3 times. 3 times married. 3 പ്രാവശ്യം മാരീഡ് ആയിക്കണേ. ആ 3 പ്രാവശ്യം പോയി ഇന്ന് പോയിന്ന് പറഞ്ഞു. Your phone and we will walk together. Okay? Walk together. Okay. അല്ലടാ 3 ഫ്ലോപ്പ് ആയി പോയോ? 3 times of marriage. മലയാളം ആണെങ്കിൽ ഞാൻ അത് ശരിയല്ലേ? ഏതാ അവന്റെ ഇൻസൈഡ് ചെയ്താ അതൊന്നുമില്ല. Oh, this is you. What is this? This is called Chamaka. Yeah, Chamaka. Rhodesia. മനസ്സിലായോ? How's our pics? It's nice. I think lighting is very, you know. That's plus. Yes, brilliant. Come. We are going to. അല്ല ആ മറ്റേ പൈതഗോറസ് നമ്മള് മാത്സ് പൈതഗോറസ് സിദ്ധാന്തം. അത് പറഞ്ഞ സിദ്ധാന്തം is അതല്ല A equal to B equal ആ സംഭവം ഉണ്ടല്ലോ. ഇതുവരെ എനിക്ക് ടീച്ചർ മനസ്സിലായില്ല. ഇത് ഒരു മാഷുമാരുടെ പ്രയോഗം. ലംബത്തിന് എന്താ അറിയോ? Okay. Hypotenuse square സമം square plus. അല്ല എന്റെ പറ്റി ചോദിച്ചേ. Basically, I am Malayalam. We are teaching in Kerala. So we are I am LP school.
So I am called sometimes only English, sometimes. So I can't. Only talking only Malayalam. Yeah. Only Malayalam. We are speakers only Malayalam. So I am talking too much Malayalam. So I can't know English. I am very poor at English. So. We are talking nicely. I know that. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുന്ന് ആ ഭാഗത്ത് നടന്ന് പോകുന്ന ഇവിടെ നടക്കാറിങ്ങ ആകെ വീർത്ത് കാണില്ലേ. ഇവരുടെ പേരെന്തെനി? കവാരിയോ? രജത് തിവാരി. സോറി നെയിം അറിയില്ലേ. Yeah, we are returning to Beppo. It is not too much person. That's why I'm talking. Okay, we are walking these places and leg is very pain. Leg is this nice. You said it. ചാലിയത്ത് വന്ന് ഫുൾ മാറ്റങ്ങളാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് ഫുള്ള് ലൈറ്റ് കൊടുത്തിരുന്നതാ. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഗ്രില്ലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ എൻട്രോക്കൊക്കെ അടിപൊളിയാക്കിയത്. അങ്ങനെ ഫാസിൽ വിളിക്ക് വീഡിയോ ഫോട്ടോസൊക്കെ കൊടുക്കുക. 4 ദിവസമായി അടിപൊളിയായി നിൽക്കണം. അതാ ഇതൊക്കെ പെട്ട സംഭവമാണ്. അത് വീഡിയോ എടുക്ക്. ആ ചക്കന്മാർക്ക് വീഡിയോ എടുത്താ ഫാസിന്റെ അടിപൊളി വീഡിയോ നോക്ക്. പോർട്രേറ്റിലൊന്ന് സൂം ചെയ്ത് ലൈറ്റിംഗ് റൂം. അതൊരു നാച്ചുറൽ ലൈറ്റ്. എത്തിയില്ല. പോർട്രേറ്റ് എടുക്ക്. ഷോർട്സിന് റീൽസിന് പരിപാടി നടക്കണത് അവിടെ. ഇവിടെ എല്ലാ പരിപാടിയും ഉണ്ട്. കാട്ടും കുത്തും പരിപാടി എല്ലാം ഉണ്ട്. അല്ല നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ അതോ അത് മറ്റേ കൊത്തങ്കല്ല് അതല്ല ഇവിടെ കുറച്ച് ടീം ഉണ്ട്. ഇവിടെ വീഡിയോ എടുക്കുമ്പോ കുറച്ച് റീൽസ് എടുക്കുന്നു. ലൈറ്റും ഷോ ഒക്കെ വെച്ചാട്ട് ഏതാ ഈ തമയന്മാരുണ്ട്. പാട്ടൊക്കെ കണ്ടിട്ട് കണ്ടില്ലേ. ഇവിടെ എന്താണല്ലേ ഫോട്ടോഷൂട്ട് നടത്താൻ മോനെ. ഫോട്ടോഷൂട്ടിന്റെ മെയിൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതാ നമ്മളെ ഷുഹൈബാണ്. ആ ഷുഹൈബ എഡിറ്റിങ്ങും ഫോട്ടോഷൂട്ടും എല്ലാം അമേസിങ്. പിന്നെ ഷൂട്ടിങ് കണ്ടു ഏതാല്ലേ ചെയിൻ കണ്ടില്ലേ ഡോക്ക്. ഏതായാലും ഇപ്പൊ ഇന്ത്യക്കാരൻ വന്ന മുതലാക്കും ഇവിടെ. ടീച്ചിങ് ആർട്ട് ടീച്ചർ ഇവിടെ ചിത്രം വരക്കും. ഡ്രോയർ. ഓക്കെ. അപ്പോ കോളേജ് സ്കൂൾ ലെവല് LP UP ആർട്ട് സ്കൂള് എല്ലാ ക്ലാസ്സും ഉണ്ട്. 1 മുതൽ 10th വരെ. ഇന്റർനാഷണൽ സ്കൂളാ? Please remove me. We are taking photos. Go. Who the hell are you? എടാ പോർട്രേറ്റില് മഞ്ഞ വരുന്നുണ്ടോ? പോർട്രേറ്റ് മഞ്ഞുണ്ട്. ഇവിടെ മഞ്ഞൂടെ മോളത്തെ ഈ മഞ്ഞ ഈ വെള്ള ഇതിന് മഞ്ഞാണ്. ഈ സാധനം മഞ്ഞാണ്. മോളത്തെ ഈ സാധനം നാച്ചുറൽ എന്നുള്ളതിലെ മഞ്ഞ വരുമ്പോഴേ നാച്ചുറലായി വരുള്ളൂ. Only 800 subscribers. Only one video, 3 views. 1, 2, 3. Only 3 views. 4 views. ഇപ്പൊ ഞങ്ങൾ ഇനി പോണത് ആ ഭാഗത്തേക്ക് പോകണുണ്ട്. അതായത് ബേപ്പൂർ പോർട്ടാണ് ആ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട്. അപ്പൊ നിങ്ങൾ പോയോണ്ടെങ്കിൽ ചാലിയത്ത് പുതിയ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ വെച്ച് ഈ ബൈക്ക് കൂടെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് തട്ടുകടിയും കാര്യങ്ങളാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടല്ലോടാ. ഫുൾ അടിപൊളി. അതായത് ഫുൾ അടിപൊളിയാക്കി മാറ്റില്ലേ. എല്ലാവർക്കും സ്വാഗതം. അപ്പം വെൽക്കം ടു ചാലിയം ബീച്ച് അല്ലേ. ഇത് കാണാൻ രസമല്ല. ഇത് നമ്മൾ രാവിലെ അങ്ങനെ വൈകുന്നേരം ഓടാറിങ്ങിയാൽ മതി. അടിപൊളിയാക്കാം. ഇവിടെ കാലത്തെ അവസ്ഥ എന്തെന്നെയാണ്. പാറ്റ ഷോക്കൻ ലൈറ്റും ഇല്ല. ഫുള്ള് ഇതൊക്കെ ആകെ അലമ്പായിട്ട് മാറി. അതുപോലെ നമ്മൾ ആ ലൈറ്റ് വരെ ഞങ്ങൾ പോകും. കാണാൻ ലൈറ്റ് വരെ അവിടെ വരെ വണ്ടി ഉള്ളു. അങ്ങോട്ട് വണ്ടി
പോവും, പക്ഷേ റോഡ് നന്നാക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ പോകുന്നില്ല. ഇവിടുന്ന് ഞങ്ങൾ വണ്ടി വിട്ടാണ് തിരിച്ചാണ്. അവിടെ വണ്ടിക്ക് വരണല്ലോ, അവിടുന്ന് വണ്ടിയൊക്കെ വരണല്ലോ. വേണ്ട. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ, സോറി, ഈ കാണുന്നതാണ് എന്ത്, ചാലിയാർ റിവർ. അതായത് നമ്മളെ മലപ്പുറം ജില്ലയിൽ പറയാൻ പോയാന്ന് പറയും, ശരിക്കും പുയാന്നാണ്, പുയ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഷോപ്പുകൾ ചാലിയത്താണ്. കാരണം അവിടെയാണ് പേപ്പർ ബോർഡിനല്ല കാണുന്നത്, ലൈറ്റൊക്കെ കാണുന്നതൊക്കെ അതിന്റെ പേപ്പറിൻ്റെതാണ്. ആ പുലിമുട്ട് എന്ന് പറയും. ഇപ്പൊ രാത്രിയായിട്ടോ വ്യൂ ഒന്ന് കാണാത്തത്. നമ്മൾ തിരിച്ചു പോവാണ്. ഏകദേശം ഈ ഭാഗത്ത് കാണിച്ചു പുതിയത് വന്നാണ് ആ കാര്യങ്ങൾ. സംഭവം ഇതൊക്കെ ഫുള്ള് ആക്കി മാറേണ്ട എന്താ സംഭവം അറിയാം. അതായത് ഇതൊക്കെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റണ്ട ഈ ഏരിയ. സീ ഫുഡ്, ഫുൾ സീ ഫുഡ്. ഇതിപ്പോ ഇതൊക്കെ ഒഴിവാക്കി ഒരു ഏരിയ അല്ലേ, അങ്ങനെ ആക്കി മാറ്റണടാ അല്ലേ. ഏതായാലും ഇപ്പൊ ഇവിടുത്തെ നമ്മളെ മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലേ, ആണോ? മൂപ്പര് വന്നുള്ള മികവാണ് ഇപ്പൊ ഈ കാണുന്നത്. അത് കറക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും പറയും. കാരണം ഇവിടെ ആകെ പറ്റില്ലാതായി കിടക്കേനി. അപ്പൊ എന്ത് ചെയ്ത് ഇതിപ്പോ ഏകദേശം അടിപൊളി ലെവലാക്കി. ലൈറ്റ് പോയോ ഇവിടുത്തെ? ഇപ്പൊ ഇവിടുത്തെ ലൈറ്റ് കഴിഞ്ഞിട്ട് ഫുള്ള് ഇല്ല, അപ്പുറത്തെ ലൈറ്റ് വരുന്നുണ്ട്. വണ്ടിക്ക് ലൈറ്റ് ഉറപ്പാ ആടാ. പക്ഷെ മൊബൈൽ കൂടെ കാണാൻ ലൈറ്റ് ഉണ്ട്. റൗണ്ട് ലൈറ്റ് ഓഫ് ആക്കിയോ? അവിടെ അല്ലേ? 5 ലക്ഷം റുപ്യ. ബൈ തിവാരിയിലെ പേര് 5 ലക്ഷം തിവാരി. ഓക്കെ. മൈ പ്ലേസ് ആണല്ലേ? മൈ പ്ലേസ് അല്ല, മൈരല്ല. ദിസ് പ്ലേസ് next place at the Bhopal portrait. They are swimming. They challenging. They are challenging. We are together swimming. I don't know swimming. You have to half an up. 1 lakh half an up. 50,000 and 50,000. 1 lakh rupees and Fasil. He can swim. I am ready. You ready? I am ready. You ready? I am with you. I am ready. No, okay. Challenger has started. ഞാൻ ഒറ്റക്കാണ് 1 ലക്ഷം റുപ്യ തരണം. Okay. ആദ്യം നീന്തി പോയി വരണം. ആദ്യം 1 ലക്ഷം ഇവിടെ കാണിച്ചു. എന്റെ ബാങ്ക് ബാലൻസിംഗ് തരണം. അയാൾ കാണിച്ചു തരും. എന്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അയാൾ കാണിച്ചു തരും. ബാങ്ക് ബാലൻസ് ഞാൻ കാണിച്ചു പോവോ? ഞാൻ പോവും. കാണിക്ക്. അല്ല വിറ്റിയെന്ന് കടം ചോദിച്ചു. അപ്പൊ അങ്ങോട്ടുണ്ടോ കേട്ടോ? ഓക്കെ. ഗുഡ് നൈറ്റോ. ഹാപ്പി ജേർണി. നമ്മള് തിരിച്ചു പോകുമ്പോഴുള്ള ഇതേപോലത്തെ ഇരുമ്പ് കൂടാനാണ് അത് ലൈറ്റ് ഷോ. ഏതാ എനിക്കറിയില്ല, പേരത്തെ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അത് കൂടാരം പോലെ ഉണ്ടാക്കുന്നത്. വെരി നൈസ്, ബ്യൂട്ടിഫുൾ, അമേസിങ്, അങ്ങനല്ലേ? ഇല്ല വണ്ണല്ലേ കൂട്ടറ. ഏതല്ലേ സ്പേസ്, എന്താ രസം. ലൈറ്റ് ഒക്കെ ഷോ കൊടുത്തപ്പോ സംഭവത്തൊക്കെ എന്നോ വരണ്ടേ. എന്താ ഇറങ്ങിനെ റോട്ടുമെന്ന് ഇറങ്ങിനറിയാ വെല്ലെടുത്തോളി. റോട്ടുമെന്നൊക്കെ ഇറങ്ങി വണ്ടി. അല്ല ഓന്റെ ഒരു ആഗ്രഹിക്കണം വള്ളം കാണിച്ചാനേ. അല്ല അങ്ങനെ മുമ്പ് പോലെ നല്ലത്. അതല്ല ഒരു നേരല്ല വിഷയം. ഈ ചാലിയത്തുനിന്ന് നമ്മൾ ബേപ്പൂർ കോട്ടക്ക് ലൊക്കേഷൻ അടിച്ചപ്പോ എത്ര 11 കിലോമീറ്റർ അല്ലേ? 11 കിലോമീറ്റർ. നോക്കിയാ കാണുന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ 11 കിലോമീറ്റർ. ഇതിനൊക്കെ എന്തോ സംവിധാനം വരുന്നില്ല ഇവിടൊക്കെ, എന്തോ സംവിധാനം. കാരണം അപ്പുറം ഭാഗത്തേക്ക് കിടക്കാനുള്ള എന്തെങ്കിലും സംവിധാനം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ബേപ്പൂർ ഫോർട്ട്. ഫോർട്ടല്ലടാ, ബേപ്പൂർ ഫോർട്ടിലേക്കാണ്. അപ്പൊ നമ്മൾ ചുറ്റി കറങ്ങി പോവാണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് കുറച്ച് ആൾക്കാർക്ക് കൂടെ പോകണം. കാരണം ഇവിടെ ഇതിന്റെ അടുത്ത് അപ്പുറം പോകാനുള്ള ഒരു മാർഗം ഇവിടെ എളുപ്പമായി ഇല്ല. അതുകൊണ്ട് എന്താ ചെയ്യാ, ഞങ്ങള് ഇതുകൊണ്ട് തിരിച്ച് എല്ലാ റോഡ് കൂടെ വന്ന് വൈകൂടെ തിരിച്ചു പോയിട്ട് ബേപ്പൂർ ഫോർട്ടിക്ക് അപ്പുറത്ത് ചാടും. കാണുന്ന സ്ഥലമാണ്, കാണാണ് ബേപ്പൂർ ഫോർട്ട്.
അപ്പൊ നമ്മളിതാ ബേപ്പൂര് പോകുന്നെത്തി. അടിപൊളിയല്ലേ വ്യൂ ഒക്കെ. രാത്രി ഷോ വേറെ ലെവലായി ബേപ്പൂർ. എവിടെ പോയി കഴിഞ്ഞാൽ രാത്രിത്തെ ഷോ കാണാൻ ഭയങ്കര നമ്മള് പോവാതെ അപ്പുറം ഭാഗത്ത് ചാലിയ കാണാൻ അപ്പുറം കണ്ട് അത് 11 കിലോമീറ്റർ അവിടുന്ന് നമ്മൾ ഓടി പോകുന്നത്. വണ്ടി കിടക്ക സൗകര്യണ്ടോ? ഇവിടെ എത്തിയപ്പോ സെക്യൂരിറ്റിക്കാരാണ്. അപ്പൊ വണ്ടിയൊക്കെ ധൈര്യമായിട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, നമസ്കാരം. ഹബീബി, വെൽക്കം ടു ബേപ്പൂർ പോർട്ട്. അപ്പോൾ നമ്മൾ ബേപ്പൂർ പോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഫുള്ള് കാണിച്ചു തരാം. നമ്മൾ ചാലിയത്ത് നിന്ന് 11 കിലോമീറ്റർ റൺ ചെയ്തിട്ട് പിന്നെ കുറച്ചപ്പോൾ ഞങ്ങൾ ചാലിയം ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് എത്ര ദൂരമുള്ളൂ നോക്കിയാൽ കാണാൻ ദൂരമുള്ളൂ. കണ്ടില്ലേ ആ തലക്കൽ കണ്ടില്ലേ ഞങ്ങൾ? അതാണ് ചാലിയം പുലിമുട്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, വണ്ടി എടുത്ത് 11 കിലോമീറ്റർ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. സംഭവത്തിന് എന്തെങ്കിലും ഒരു ബദൽ കാണണം. കാരണം എന്താ പറയുക, ഒന്നെങ്കിലും ഒരു തൂക്കുപാലം നടക്കാനുള്ള സൗകര്യം. കാരണം പാലം ഏതായാലും ഇവിടെ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇവിടെ ബോട്ട് കപ്പൽ കാനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അതിന് ഏതായാലും പറ്റില്ല. അപ്പം അവിടുന്ന് ഒന്നെങ്കിൽ തൂക്കുപാലം അല്ല ഹൈറ്റിൽ പൊക്കിയിട്ട് നടന്ന് വരാനുള്ള സൗകര്യം അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അടിപൊളിയാക്കാരം. അപ്പോൾ ഹലോ ഗൈസ്, ഇവിടെ പുല്ലൊക്കെ വിരിച്ചിട്ട് ഇതെന്താ സംഭവം? ഇത് നടക്കാനുള്ള സൗകര്യം അത് വെറുതെ അല്ലേ? ഞാൻ കാണുമ്പോൾ കളറൊക്കെ വെച്ച് അടിപൊളിയാക്കല്ലേ. ഇവിടെ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കി. ഇവിടെതാ ഫുൾ ഓപ്പണായിട്ട് മൈതാനം, ലൈറ്റ് ഷോ. പക്ഷെ ബേപ്പൂർ അങ്ങോട്ട് ആകെ മാറ്റിമറിച്ച്. ക്ലാസ്സിലെ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കുക അങ്ങനെ മാറ്റിമറിച്ചതിന്? വിദ്യാഭ്യാസ മന്ത്രി അല്ല കുരിപ്പേ, ടൂറിസം മന്ത്രി. ആരാണ്? മരുമകന്. അത് പറയും ചങ്ങായിടാ. മന്ത്രിമാര് MLA-മാരുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഷെഫീഖ് നിയാസോ മന്ത്രി കേക്കണ്ടത് അയാളെ എന്നെ ചവിട്ടി വെള്ളം കൂട്ടും. ഒരു പേര് കളിച്ചല്ലോടാ ജി. അത് നമ്മളെ നാട്ടിലെ ഫിഗ്നിയാസ് ആണെങ്കിൽ കേക്കണ്ട. അമ്മാനാണെങ്കിൽ അമ്മാനൊക്കെ ഇപ്പോഴത്തെ ഉണ്ടാക്കിയാന്ന് വെക്കുക. ഏതായാലും നമ്മളെ വീഡിയോ ഒന്നും ഒരു കുട്ടി കാണൂല, വേറൊന്നും വിഷയം അല്ല. കാണാനുണ്ടെങ്കിലും പോലെ ഫേമസ് ആക്കി ചെയ്ത നമ്മളെ ടൂറിസം മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അടിപൊളിയാക്കണം. കാരണം ഇതൊക്കെ എന്നോ വേണ്ടിയ സംഭവമാണ്. ഇതേപോലത്തെ ഇനി മാറ്റങ്ങൾ വരണം, ഇനി അടിപൊളിയാക്കി വരണം. അതാ നമ്മൾ പറയാനുള്ളത്. ഇതേപോലെ ഇനി ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഫുഡ് ഐറ്റംസ് അങ്ങനെ പല ഐറ്റംസും കണ്ട് കയറി വന്നിട്ട് നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോയാണ്ടല്ലോ ആ ലെവലിൽ ആ ഫീലിംഗ് മാറ്റി വേണം. ഇനിയും ശ്രമിക്കുമെന്ന് വിചാരിക്കണ്. അതായത് നമ്മളെ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് അവർക്ക് പറഞ്ഞ ടവറാണ്. അപ്പോൾ നമ്മളേതായാലും ഇവിടെ വന്നേനെ. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ ഇതും കൂട്ടി പറയാണ്. അപ്പോൾ ആരൊന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ നല്ലത് പറയും, ചീത്തെന്ന് പറയും. അതത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ തുടങ്ങി വരണോട്ടോ യൂട്യൂബ്. അതുകൊണ്ട് നിങ്ങൾ പങ്കാളിട്ടാലും പ്രശ്നമില്ല, പങ്കാളിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. അത് കാണുമ്പോൾ മറ്റു രാഷ്ട്രീയക്കാർക്ക് പ്രശ്നം ഉണ്ടാവേ, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കാര്യങ്ങൾ പറയും വേണ്ട സംഭവമാണ്. ഇപ്പോൾ അയാളെ വർക്ക് നല്ല ചെയ്തു കൊടുത്തോളം ചെയ്തെന്ന് പറയാം, അല്ലാത്ത നമ്മൾ എന്ത് ചെയ്യുക ചെയ്യില്ലാന്ന് പറയാം. അപ്പൊ ഈ ചെയ്യുന്ന ബാക്ക് കാണുന്നത് അപ്പം അതൊക്കെ ലെവലാക്കിണ്ട് ആടടങ്ങായി ആയല്ല ആ ബോധം ഉണ്ടായി വേണ്ടി. അതാ ആർക്കും വരുന്ന അവിടെ വരുന്ന ആടിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ആ മോനസേ അനമ്മ ഇപ്പൊ ഇവിടെ ഇവിടെ ഒറ്റക്ക് കിടക്കണേ കള്ളന്മാര് പിടിച്ചോണ്ട് ഇവിടെ തന്നെ. ഇവിടെ ഫുള്ള് കള്ളന്മാരാ, കാര്യം പറയാ വേടാ. അപ്പോൾ നമ്മള് ഇതാ ഈ കാണുന്ന ഭാഗത്തും കടലാണ്, അപ്പുറത്തതാ കടലട്ടോ. പോയും കടൽ മിസ്സായതാണ്, ഞാൻ ഇല്ലാന്ന് പറയില്ല നമ്മള്. അതാ നമ്മൾ ഈ കാണുന്ന ലൈറ്റ് കൂടെ അങ്ങനെ ഇതിനാണ് പുലിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ തല വരെ ഞങ്ങൾ ഇതിന് വേറെന്തോ ഒരു പേരുണ്ടല്ലോ ഫാസിലെ. വാ ഇവിടെ നിന്നൊരു കുട്ടി ഇല്ലല്ലോടാ, അതൽക്കൊന്നു ആകെ ഒക്കെ വരെ പോയി വേണം. നമ്മൾ മാത്രമേ ഉള്ളൂ. ആ പാട്ട് പാടാ ഫാസിലെ. അന്റെ പറ്റി ഞങ്ങൾ പാട്ടിറക്കും. ഏതാ അറിയോ? അന്റെ കല്യാണത്തിന് അന്ന്
കാണാത്ത കാഴ്ചകൾ ഫാസിൽ കാണിക്കും. അതെ, എന്നിട്ട് അറിയാം അന്റെ പെണ്ണ് ഐഫിന്റെ പേരത്തെ നമുക്കപ്പൊ കിട്ടും. അപ്പൊ അന്നേ ആവുള്ളൂ. അത് പറയും ഫാസില് അന്റെ പേരത്തേക്കറം ആയിക്കോട്ടെ. ആ റുസ്തമോളെ പേട്ട് നമ്മൾ ഫേമസ് ആക്കി മാറ്റും. അതേമാതിരി ഫാസിൽ എന്റെ പാട്ടും വരും. എന്റെ കല്യാണം നടക്കുവോ എന്നിട്ട് കാണാം നമുക്ക്. ഫാസിലെ ഇന്ന കാണില്ല. അപ്പൊ വേറെ വിഷയം, ഇത് ഇങ്ങനെ കെട്ടുള്ള കാരണം എന്താ പറയാ? ചാലിയങ്ങളില്ല ബാക്കിൽ നിങ്ങൾ കാണണ്ട അറിയില്ല. ഇത് ബാക്ക് ക്യാമറ അങ്ങനെ കാരണം അവിടെ അതേമാതിരി കെട്ടിയാണ് ഇതേപോലെ വെഡിങ് ഉണ്ടാക്കിയാണ്. അപ്പം ഇതിങ്ങനെ കെട്ടാനുള്ള കാരണം എന്താ? ഇത് കെട്ടാൻ കാരണം മെയിനായിട്ട് പറയുകയാണെങ്കിൽ 1956 പോണ്ട, 58 ഇത് കെട്ടാനൊരു കാരണം ഉണ്ടാവും. ടൂറിസ്റ്റും അല്ല, ഇത് രണ്ട് ഭാഗത്തും, ആ ചാലിയം ഭാഗത്തുള്ള പുലിമുട്ടും ബേപ്പൂർ പോലുള്ള പുലിമുട്ടും കെട്ടാനുള്ള ഒരു കാരണം എന്താണ്? റീസൺ ഇല്ലാതെ അത് കെട്ടൂല, അങ്ങനെ കെട്ടൂല. അതായത് ചരക്ക് കപ്പൽ പാസ് ചെയ്യാൻ വേണ്ടി ചരക്കൊക്കെ കാസ് ചെയ്യാന്ന് വെച്ച് ഓക്കെ. നമ്മൾ ചാലിൽ നിന്ന് കണ്ട അതേ ടീമിനാണ് ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നത്. വരുന്നതാ. അപ്പൊ നമ്മൾ ഈ 3 പേരോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പൊ ഷോയിബേ എന്നോട് കൂടെ ചോദിക്കാൻ പോണേ. അപ്പൊ പേരെന്തേരി? നിങ്ങളെ പേരെന്തേരി? കണ്ണട ചാള പേര് അമീന്. ഞാൻ ചോദിക്കണതല്ല, ഈ കാണുന്ന ഇതിന് പുലിമുട്ട് എന്നാ പറയല്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ ചാലിയാർ അത് പുലിമുട്ട്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? തിരമാലകൾ അവിടെ നിന്നും വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് അതൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിട്ട്. അപ്പൊ ഈ തിരമാല അതിലേയും പോകണ്ടല്ലോ. അങ്ങനല്ല, വരുമ്പോ കുറച്ച് ഫോഴ്സ് കുറയും. ഇത് രണ്ട് ഭാഗത്ത് കെട്ടാൻ ഒരു കാരണമുണ്ട്. കടലിലേക്ക് ചേരുന്ന ഭാഗമാണ്. ഓക്കെ പറയ്. അപ്പൊ അതുകൊണ്ട് രണ്ടു ഭാഗത്തും കിട്ടി. കടലിലേക്ക് കയറണ ഓക്കെ, അത് സംഭവിച്ചു സംഭവം. ഓക്കെ, രണ്ടു ഭാഗത്ത് കെട്ടി. പക്ഷെ എന്നാലും റീസൺ കെട്ടാളെ റീസൺ ഉണ്ടാവുമല്ലോ. എന്താ അറിയോ? വെളിച്ചത്ത് കേക്കുക. ഒന്നെന്ന് വെച്ചാല് ഈ ബോട്ടുകളൊക്കെ പോകുമ്പോ അതിന് വേണ്ടിട്ടല്ലേ ആ സംഭവങ്ങള്. പക്ഷെ വേറെ റീസൺ, മെയിൻ റീസൺ ഒന്നുമല്ല. അല്ല ഗൂഗിൾ നോക്കിയല്ല. അല്ല അല്ല കാര്യം പറയാ. സുനാമി കാര്യങ്ങളോ? സുനാമി കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കുന്ന വരെ പോകും. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ തിരമാല അടിക്കുമ്പോഴേ ഓൾറെഡി മണലും കൊണ്ടാണ് തിരമാല ഇടലും പോയി മിക്സായി ചേർന്നെടുത്ത് മണൽത്തിട്ട അടിഞ്ഞുകൂടും. അതായത് അടിഞ്ഞുകൂടും. അപ്പൊ അവിടെ അതിലായിട്ട് എന്ത് ചെയ്യും? കപ്പല്, ബോട്ട് സാധനം പോകാൻ കഴിയില്ല, അടി തട്ടും. അത് തട്ടാക്കാനും വേണ്ടിയാണ് എന്ത് ഇത്ര കിലോമീറ്ററോളം ഇറക്കി കെട്ടണത്. അപ്പൊ തിരമാല ഓർഡർ എന്ത് ചെയ്യും? അവിടുന്ന് പവർ അങ്ങനെ കുറവാണ് ചെടല്. അങ്ങനെ പോവാണെങ്കിൽ കൊറേ സ്ഥലമില്ലേ ഏത് കടലുണ്ടി പോയാ അവിടെ ഇതേമാതിരി ഉണ്ട്. കടലും പോയി ചേരുന്ന ഏരിയയാണ്. പക്ഷെ ഞാൻ കേട്ട ഇതിനുള്ള റീസൺ ആണ് വെച്ചത്. ബോട്ട് സർവീസിന് സൗകര്യം വെച്ചതാണ്. ബായ് ആകെ ക്ഷീണിച്ചിരിക്കാണ്. അത് തിവാരി അല്ലേ പേര് മറന്നു. ഇത് സാൾട്ട് ഉപ്പ് കേരള സാൾട്ട് ഉപ്പ്. സാൾട്ടാണ് ഉപ്പാണ് മാറിപ്പോയി. സോറി അല്ല കൂടുതൽ എന്താ പറയാ? സോറി കൂടുതൽ എന്തിനാ പറയാ? കൂടുതൽ കൂടുതലാണെന്ന് പറയാ. അതായത് ഇതിൽ ഉപ്പ് കൂടുതലാണെന്നുള്ളത്. വാസ്കോഡ് ഗാമ കോഴിക്കോട് ബീച്ച്, കാപ്പാട്. ഒന്ന് തള്ളാൻ സമ്മതിച്ചില്ല. പറഞ്ഞു കൊടുത്തോ? പക്ഷേ ആ കഥ നമ്മുടെ ഇറക്കിയത് നമ്മളെ പെരന്റെ മുറ്റത്ത് ഇറങ്ങിയാണ്. ചോദിക്കട്ടെ, വാസ്കോഡ് ഗാമന്റെ ശവകുട്ടി എറണാകുളം
ആ സ്ഥലത്തിന്റെ പേരെന്താ? ഫോട്ടോ വെച്ചോ ഫോർട്ട് കൊച്ചി. അല്ലേ അറിയാം. അറിയാ അറിയാം. ഇത് നാളെ എവിടുന്നോ തല അല്ല ഏത് റോക്കെ ഇന്ന് വന്നിട്ടുള്ളൂ. ഇന്നുള്ളൂ, നാളെ പോവാ. നാളെ നാട്ടിലേക്ക് പോവും. നാളെ ഗോയിങ് ടു ഹോം ആന്ധ്ര പോകും. ആന്ധ്ര. ആന്ധ്ര. അയ്യോ കറന്റ് നേറ്റീവ് ഇസ് ആന്ധ്ര. ഡൽഹി. അപ്പൊ ഡൽഹി ആന്ധ്ര എന്താ? ജോബ് വർക്ക് ജോബ്. ജോബാണ് ആന്ധ്രയില്. You handsome boy, okay? Everybody's handsome guy, but most handsome guy this guy. Sohaib. ഷോയിബ്. കാരണം നമ്മൾ ഡൽഹിയിലൊക്കെ വരില്ലേ വാസിലെ. ബൈ ബൈ ബൈ. I am coming to Delhi. അവൻ കമ്മിങ് ടു ഡൽഹി. അതായത് ഗെറ്റിംഗ് ദ ഹോം ദ നമ്മളെന്താ അവിടെ പാർക്കിനൊക്കെ പറയല് അവിടെ സ്റ്റേ 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 മാറി പോയി. ഇപ്പളാ കിട്ടണേ. നിനക്ക് ഇത്ര ഇംഗ്ലീഷ് അറിയോ? ഞാൻ ഇപ്പളാ മനസ്സിലായടാ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പഴും ഇത്ര ഇംഗ്ലീഷ് അറിയാം. ഞാൻ ആലോചിച്ച് നോക്കി ഇത്ര ഇംഗ്ലീഷ് എനിക്ക് പറയാനാണ്. ഇവിടുന്ന് അതുവരെ പോവാ. റണ്ണിങ് വേണ്ട, ഓൺലി വാക്കിങ്. റണ്ണിങ് കോമ്പറ്റീഷൻ. അയാമേ വിയർപ്പ് എന്താ ഇംഗ്ലീഷ്? സ്വിയർ. At the last they reached there will be treat us. യുവർ മീനിങ് മലയാളം. മലയാളം. അതായത് ഇവിടെ നമ്മൾ പോണതേ ആ. അതുവരെ നമ്മൾ എത്തും. ആരാണോ ഒരു അവസാനം എത്തുന്നത് ഓല നമുക്ക് ഫുഡ് ആയി തന്റെ ഏതാ ബോഡി ഇതാ ബോഡി ഉള്ളിൽ എന്താ പറയാ പൊള്ളേ. ദല്ലി ദല്ലി ബെല്ലി ബെല്ലി ആ ബെല്ലി ബോഡി. ഇതൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പാസില ഇവിടെ ഒന്നും നിക്കേണ്ടി വന്നില്ല. മറ്റേ ദിലീപിലെ ദിലീപുണ്ടല്ലോ. ഈ സ്പീക്കിംഗ് ഏത് ആ പൈസ അത് പൊട്ടു. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ നാട്ടിൽ വിട്ടാ മതി. പുറത്തു പോയാൽ മതി. ബാംഗ്ലൂര് സംഭവം ശരി. ഇതൊക്കെയാ നമ്മൾക്ക് ക്ലാസ്സിന് പോകാൻ നമ്മക്കൊക്കെ എത്രങ്ങാനും ഇംഗ്ലീഷ് പഠിച്ചാലോ. ഇത് കിട്ടും. പിന്നെന്ത് ചെയ്യാ, ഇങ്ങനെ ഔട്ട് പോകും, പുറത്തേക്ക് പോവാ. ആ നമ്മൾ 9 ഉറുപ്പ്യൊക്കെ കൊടുത്ത് എത്തിട്ടാ പഠിച്ചത്. അല്ല ഞാൻ കാരണം ചോദിക്കാന്നല്ല കൊറേ അതെ മെയിൻ കാരണം നമ്മള് കൊറേത്തിന്റെ അർത്ഥം പഠിച്ചാൽ പോരെ. പിന്നെ ഓട്ടോമാറ്റിക് നമ്മള് 2 വേർഡ് 10-5 വേർഡ് അങ്ങനെ പഠിച്ചാൽ 5 അർത്ഥങ്ങൾ പഠിച്ചാൽ മതില്ലേ. യൂസ് ചെയ്യണം ഇവിടെ യൂസ് ചെയ്യാം. 10ാം ക്ലാസ് ഇങ്ങനെ എനിക്ക് ഇതെന്നിനി ഓരോ ദിവസം 10 വേർഡ് വെച്ച് പഠിക്കണം പറഞ്ഞു. ആ പരിപാടിയാ പഠിച്ചാ 10 പഠിക്കും, നമ്മള് പഠിക്കും. പക്ഷെ അത് സംസാരിക്കണം. അപ്പോഴാ വേർഡ് സംസാരിക്കുമ്പോഴാണ് നമ്മള് പഠിച്ചുള്ളത്. സംസാരിക്കുമ്പോ നമുക്ക് വേർഡ് കിട്ടൂല. ഓക്കെ ഓക്കെ. ഞാൻ പഠിച്ചാലോ, ഞാൻ CNPC വർക്ക് ചെയ്ത ചൈനക്കാർ ഇംഗ്ലീഷ് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാല് കുറെ വേർഡ്സ് പഠിച്ചു, നമ്മളെ ആവശ്യമുള്ളത് സെന്റൻസ് പഠിച്ചു, പിന്നെ മലയാളം പഠിച്ചു. അങ്ങനെ ഞാൻ പഠിച്ചു. അത് ഇപ്പോഴും ഫ്ലുവൻസി ഒന്നുമില്ല കേട്ടോ, എന്നാലും അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങോട്ട് പറഞ്ഞാൽ നമുക്കിട്ട് എത്താവില്ല. നമ്മക്കിന്നെ മടി പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ കല്യാണത്തിന് മറ്റേ പാട്ടിറക്കണം. ഏത് റുസ്തമോള തന്നെമാരി കാണാൻ കാഴ്ചകൾ ഫാസ്റ്റിൽ കാണിക്കും. കാണാത്ത കാഴ്ചകൾ ഫാസ്റ്റിൽ കാണിക്കുന്നില്ല. ആ വീഡിയോ ഫാസ്റ്റിലെ വൈറലാക്കും നിങ്ങള്. ഏതാ കേറും ഉറപ്പാ. എന്റെ വീഡിയോ ഉണ്ടാക്കിട്ട് എനിക്കൊന്ന് കാണാണ്ട്. അതിന് എനിക്ക് നമ്മളിപ്പോ പലതും പറഞ്ഞു അവിടെ അങ്ങനെ ഉണ്ടായിട്ട് ആദ്യം എനിക്ക് കാണിച്ചു തരണം. ഓക്കെ 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 ഓക്കെ. നാട്ടിലത്തെ ആരെങ്കിലും വീഡിയോ കണ്ടാലല്ലേ, അതല്ല വേറൊന്ന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ ബേപ്പൂർ പോർട്ട്, അതായത് ഇവിടുത്തെ വീഡിയോസ് കണ്ട് കഴിഞ്ഞാൽ നാട്ടിൽ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിങ്ങളെ ഇഷ്ടമാണ്. നമുക്ക് അത്ര പറയാൻ പറ്റില്ല. കണ്ടന്റ് ഇടുള്ളൂ ഇതില് സംഭവം. അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഓക്കെ, നമ്മൾ ഇടാനുള്ള കണ്ടന്റ് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ബേസ് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രമല്ല. ഇനി മെയിനായിട്ട് ഇതിലേക്കായിട്ട് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാതിരിക്കണത് ചെയ്യരുത്. ഓക്കെ ഓക്കെ.